നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. മദീനയാകെ ശോകമൂകമാണ്. ഒരാളും മറ്റൊരാളോട് മിണ്ടുന്നില്ല. മിണ്ടിപ്പോയാൽ കരഞ്ഞു പോകുന്നു. ആകാശലോകവും ഭൂമിലോകവും നിശ്ചലമായി പോയ സമയമാണ്. മുത്തായ തങ്ങൾ വഫാത്തായി. നബി തങ്ങളുടെ ജനാസ സഹാബത്ത് ചുമന്നുകൊണ്ട് വരികയാണ്. ഹുജറത്തു ശരീഫിൽ തയ്യാറാക്കപ്പെട്ട ആ ഖബറിലേക്ക് റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട ജനാസ സഹാബത്ത് ഇറക്കി വെച്ചു. നേരെ ചൊവ്വേ ഖിബ്ലയ്ക്കു നേരെ നന്നായി റസൂലുള്ളാഹിനെ കിടത്തി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുകളിൽ കയറുന്നു. സാധാരണഗതിയിൽ ഒരാളെ ജനാസ ഖബറിൽ വെച്ചാൽ പിന്നെന്താ ചെയ്യുക? മൂടുപലക വയ്ക്കും, അല്ലേ? അല്ലെങ്കിൽ തത്തുല്യമായ സംവിധാനം ഓരോ നാട്ടിലും എങ്ങനെയാണോ ആ രീതിയിൽ മണ്ണിടാനുള്ള അവസരമൊരുക്കലാണ്. ആ സമയത്ത് റസൂലുള്ളാഹിനെ ഇറക്കി വെച്ച ഖബറിന്റെ മുകൾ ഭാഗത്ത് മഹാന്മാരായ സ്വഹാബത്ത് ചുറ്റും കൂടി നിൽപ്പുണ്ട്. കൂട്ടത്തിൽ നിൽപ്പുണ്ട് മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു. മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബത്തിനോട് ഈ സംഭവം പറഞ്ഞു കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ദഹബി റഹിമഹുല്ലാഹ് അവിടുത്തെ സിയറു അഅ്ലാമുൻ നുബലായിലും ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങള് അൽ ബിദായത്തു വൻ നിഹായയിലും തുടങ്ങിയുള്ള ഒട്ടനേകം പണ്ഡിത മഹത്തുക്കൾ ഈ മഹബ്ബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ ചിലർക്ക് തോന്നും ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇങ്ങനെയൊക്കെ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇവിടുത്തെ പുത്തനാശയക്കാർക്കും പുത്തൻ ചിന്താഗതിക്കാർക്കും ഒക്കെ സൂട്ടബിളായ അവരൊക്കെ അംഗീകരിക്കുന്ന രണ്ട് പണ്ഡിത മഹത്തുക്കൾ തന്നെയാ. ലോകം അംഗീകാരമുള്ള മഹാന്മാരാണ് ഇബ്നു കസീർ തങ്ങളും അതുപോലെ ഹാഫിദുൽ ദഹബി തങ്ങളും റഹിമഹുല്ലാഹ്. നിഷേധിക്കാൻ ആർക്കും പറ്റൂല. പിന്നീട് മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബത്തിന് ഈ സംഭവം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട ഭൂമിയെ പരിശുദ്ധമായ ഖബർ ശരീഫിൽ ഇറക്കി വെക്കുന്നു. സ്വഹാബത്ത് അതാ ഖബറിന്റെ മുകളിലേക്ക് കയറുന്നു. മയ്യത്ത് നേരെ ചൊവ്വേ വെച്ചതിന് ശേഷം അലിയാർ തങ്ങളും മുകളിലോട്ട് കയറുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ആരാ? മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? അഖദതു ഖാതമീ, ഞാൻ എന്റെ വിരലിൽ ധരിച്ചിരുന്ന എന്റെ വെള്ളി മോതിരോ ഞാൻ ആരും കാണാതെ പതുക്കെ ഊരി. ഞാൻ എന്റെ കയ്യിൽ ധരിച്ചിരുന്ന എന്റെ വെള്ളിയുടെ മോതിരം ആരും കാണാതെ ഞാൻ പതുക്കെ ഊരുകയാണ്. എന്നിട്ടോ ഫഅൽഖൈതുഹു ഫീ ഖബ്രി റസൂലില്ലാഹ്, ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഊരിയെടുത്ത മോതിര അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ കിടക്കുന്ന ആ പരിശുദ്ധമായ പൂവേനിയുള്ള ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ടു. എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പതുക്കെ അലിയാർ തങ്ങളെ ചെവിയിൽ ഞാൻ പറഞ്ഞു, യാ അബൽ ഹസൻ, ഓ ഹസൻ ഹുസൈൻ തങ്ങളെ പിതാവായ അലിയാർ തങ്ങളെ, ഇന്ന ഖാതമീ ഖദ് സഖത ഫീ ഖബ്രി റസൂലില്ലാഹ്, എന്റെ മോതിരം അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ കിടക്കുന്ന ഈ ഖബറിന്റെ ഉള്ളിലേക്ക് വീണുപോയി അലിയാർ തങ്ങള്, അതൊന്നെടുക്കട്ടെയോ? ചോദിക്കാൻ അർഹതയുള്ള ആളോട് തന്നെയാ ചോദിച്ചത്. ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനോ റസൂലുള്ളാഹിന്റെ മരുമകനോ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവുമാണല്ലോ. അലിയാർ തങ്ങളോട് തന്നെ ചോദിച്ചു, അലിയേ, ആ വീണ മോതിരം ഞാൻ ഇങ്ങ് എടുത്തുകൊള്ളട്ടെയോ?
മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടി. അലി മുഗീറയേക്കാൾ വലിയ ബുദ്ധിമാനാണ്. അലിയാര് തങ്ങൾ മുഗീറത്ത് ബിൻ ശുഅബിനോട് ചോദിച്ചോ, യാ മുഗീറ, നിന്റെ മോതിരം ഖബറിന്റെ ഉള്ളിലാ, നിന്റെ മോതിരം റസൂലുള്ളാഹിന്റെ ജനാസയുള്ള ഖബറിന്റെ ഉള്ളിൽ വീണുപോയി എന്ന് നീ പറയണ്ട. ഇന്നമാ തുരിഹത, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസയുള്ള ഈ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് നിനക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നീ കാട്ടിയ വേലയല്ലയോ, നീ മനഃപൂർവ്വം ഇട്ടതല്ലയോ? എന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന് അവസാനമായി ഒരു നോക്കൊന്ന് കാണാൻ, ഒന്ന് സായുജ്യമടയാൻ, അവിടുത്തെ കവമ്പുടവയിലൊന്ന് തൊടാൻ, അവിടുത്തെ ഭൂമിയിലൊന്ന് സ്പർശിക്കാൻ നീ കാണിച്ച വേലത്തരമല്ലേ മുഗീറ? ഇൻസിൽ യാ മുഗീറ, ഇറങ്ങിക്കോളൂ. അലിയാര് തങ്ങൾ പറഞ്ഞു, ഇറങ്ങിക്കോളൂ. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതാണ്. ഞാൻ പതുക്കെ റസൂലുള്ളാഹിനെ കിടത്തിയ അവിടുത്തെ ഭൂമിയിലുള്ള ആ ഖബർ ശരീഫിന്റെ ഉള്ളിലേക്ക് ഞാൻ അതാ പതുക്കെ ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം ഫമസഅതു യദീ വജ്ഹ റസൂലില്ലാഹ്, فمسحت يدي على كفن رسول الله. ഞാൻ എന്റെ മോതിരം എടുക്കുന്ന ഭാവത്തില്, എന്റെ മോതിരമുള്ള ഭാഗത്തേക്ക് ഞാനൊന്ന് കുനിഞ്ഞിട്ട് ആദരവായ മുത്തായ തങ്ങളുടെ പരിശുദ്ധമായ ഭൂമിയില് അവസാനമായി ഞാനൊന്ന് തൊട്ടു. അവിടുത്തെ പൂമുഖത്ത് ഞാനൊന്ന് സ്പർശിച്ചു. അവിടുത്തെ പരിശുദ്ധമായ, ഒരിക്കലും നുരുമ്പിപ്പോകാത്ത ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയില് ഞാനൊന്ന് സ്പർശിച്ചു. ആ കവമ്പുടവയിൽ ഞാനൊന്ന് തൊട്ടു. എന്തിനാണെന്നറിയുമോ? ഫാകൂനു ആഖിറുൻ നാസി അഹദം ബിഹി, ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ലോകത്തെ വിശ്വാസികൾ ചർച്ച ചെയ്യണോ ആരംഭപ്പൂവായ മുത്തുനബിയെ ഖബർ ശരീഫിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവസാനമായി ആരാണ് മുത്തുനബിയെ കണ്ടത്, അവസാനമായി ആരാണ് മുത്തുനബിയെ തൊട്ടത്, അവസാനമായി ആരാണ് മുത്തുനബിയുടെ കവമ്പുടവയിൽ ഒന്ന് സ്പർശിച്ചത് എന്ന് ലോകം ചോദിച്ചാൽ, ലോകരെ നിങ്ങൾക്കൊരു മറുപടിയുണ്ട്. അതീ മുഗീറത്ത് ബിൻ ശുഅബാണ്, അതീ മുഗീറത്ത് ബിൻ ശുഅബാണ്, അതീ മുഗീറത്ത് ബിൻ ശുഅബാൻ. അതിനു വേണ്ടിയാണ് ഇറങ്ങിയത്. സ്വഹാബത്തിനറിയാം, നബി തങ്ങളുടെ ശരീരവുമായി ഏതൊരാളുടെ ശരീരമൊന്ന് ചേർന്നു പോയോ ആ ശരീരം ഹറമല്ലാഹു ജസദഹു അലന്നാർ, ആ ശരീരം പിന്നെ നരകം തൊടൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലർ ചോദിച്ചേക്കാം. അതാ ഞാൻ പറഞ്ഞത്, മഹബ്ബത്ത്, ഹബ്ബ്, ഇഷ്ടം കൽബിൽ കയറിയാൽ അതങ്ങനെയാണ്. ആ സ്നേഹത്തിന് രൂപമില്ല, ഭാവമില്ല. എന്തൊക്കെയാണ് മഹബൂബിങ്ങൾ കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു ജല്ല ജലാലു റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാളി ഉമറുൽ ബിലംകൂത്തി തങ്ങൾ ചൊല്ലിയ മനോഹരമായ 4 വരികളുണ്ട്. പ്രവാചക സ്നേഹികളെ, നമുക്ക് ആ വരികൾ വല്ലാത്ത ആവേശമാണ്. ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ താഹ കഫൽ
ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബ്ബുൻ നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹബ്ബ എന്റെ ഹബ്ബ്, നിങ്ങളുടെ ഹബ്ബ, റസൂലുള്ളാഹിനോടുള്ള നിങ്ങളുടെ സ്നേഹം. വമദ്ഹുഹു, ആ റസൂലുള്ളാഹിനെ പ്രശംസിക്കലോ, ആ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യല്, ആ റസൂലുള്ളാഹിനോടുള്ള സ്വലാത്ത്, ആ റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യല്, ആ റസൂലുള്ളാഹിന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കലെല്ലാം ഖൈറുൽ അമൽ, ഏറ്റവും വലിയ ഖൈറായ ഇബാദത്താണ്, ഏറ്റവും വലിയ ഖൈറായ അമലാണ്, ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട അമലാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം അല്ലാഹു സാക്ഷാത്കരിച്ചു തന്നേക്കാം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനോടുള്ള ഹബ്ബ് കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ, അത് ദുനിയവിയായാലും അത് ഉഖ്റവിയായാലും അത് ഭൗതികമായാലും അത് ആത്മീയമായാലും, ഏത് ആഗ്രഹങ്ങളും റസൂലുള്ളാഹിനോടുള്ള ഹബ്ബ് കൊണ്ട്, റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് അല്ലാഹു സാധിച്ചു തരുന്നു. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അവിടുത്തെ ഉമ്മത്തികൾക്ക് വേണ്ടി പരലോകത്ത് ശഫാഅത്ത് ചെയ്യുക എന്ന ശഫാഅത്തിന്റെ അധികാരം, ശുപാർശയുടെ അധികാരം. അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തികളായ നമ്മൾ നരകത്തിൽ വീണ് പോകാതിരിക്കാൻ, നരകത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ സിറാത്ത് പാലത്തിൽ കുടുങ്ങി പോകാതിരിക്കാൻ, സിറാത്ത് പാലത്തിന്റെ അടുത്തൊക്കെ നമ്മളെ കാത്തു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. പടച്ച റബ്ബേ, ആ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മുഴുവനും ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, ഇഷ്ടം കൊണ്ട്, ഹബ്ബ് കൊണ്ട് നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവരാണ്, ഒരുപാട് മൗലിദുകൾ ഓതിയവരാണ്, ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ നടത്തിയവരാണ്. മഹാന്മാരായ സഹാബത്തിന്റെ ഇഷ്ടം പോലെയൊന്നോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കാൻ പറ്റൂല. എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ മുത്തായ നബിയെ ഞങ്ങൾ മഹബ്ബത്ത് വെച്ചിട്ടുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ഈ മഹബ്ബത്തിന് പകരമായി ഞങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയോ ആ മുത്തായ നബി തങ്ങളെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ കൊണ്ടുപോയി ഖബറിൽ കിടത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹിനെ ഹാജരാക്കിയിട്ട് ഇതാരാണ്, ഇതാരാ, ഇതാരാ എന്ന മലക്കുകള് നമ്മളോട് ചോദിക്കുമ്പോൾ ഹാദാ ഹാദാ റസൂലുള്ളാഹ്, ഇതെന്റെ റസൂലാണ്, ഇതെന്റെ ഹബീബാണെന്ന് പറയാൻ ഈ മഹബ്ബത്ത് കാരണമാക്കി തരണേ അല്ലാ. നാളെ ആഖിറത്തിൽ വിചാരണയുടെ നാളില് ആ മുത്തായ നബി തങ്ങളെ ശഫാഅത്ത് ഈ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ ജിവാറിലായി, അവിടുത്തെ ചാരത്തു നിന്ന് അവിടുത്തെ സ്വഹാബത്തിനോടൊപ്പം സ്വർഗം പുൽകാൻ, ആ സ്വർഗത്തിൽ റബ്ബേ നിന്നെ കാണാൻ, നിന്റെ റസൂലുള്ളാഹിനെ കാണാൻ, സ്വഹാബത്തിനെ കണ്ടുവിട്ടാൽ അവരുടെയൊക്കെ ചാരത്തു നിന്ന് സ്വർഗം പുൽകുന്നവരാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നസീബാക്കി തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്.